ഹലോ, പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണേ. അപ്പോൾ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. പിന്നെ ഞങ്ങൾ തറവാട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഞങ്ങൾ കുട്ടികളെല്ലാവരും കൂടി പോവുകയാണ്. പിന്നെ ഉമ്മയും ആമയൊക്കെ രാവിലെ തന്നെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ വല്യപ്പയുടെ വല്യമ്മയുടെ ആണ്ടാണ് കേട്ടോ ഒന്ന് തറവാട്ടിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും കൂടി ഒത്തുകൂടിയതാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ പരിപാടി ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഒത്തുകൂടാറുള്ളൂ, അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും പോവാറില്ല. അതായത് ഞങ്ങൾ വീടുകളൊക്കെ കുറച്ച് വിട്ടാണ്. ഓരോരുത്തർ വീടും ഓരോരുത്തർ ഓരോ സൈഡിലാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകണം. അപ്പോൾ അതുപോലൊക്കെ എന്തെങ്കിലും പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും കൂടിയൊക്കെ ഒന്ന് ഒത്തുകൂടുള്ളൂ കേട്ടോ. അങ്ങനെ പിന്നെ വല്യമ്മാനെ കാണാൻ വേണ്ടിയിട്ട് ഓരോരുത്തരൊക്കെ അങ്ങനെ ആയിട്ട് പോയി വരിക എന്നല്ലാതെ എല്ലാവരും കൂടി ഇതേക്ക് എന്തെങ്കിലും പരിപാടി വേണം. അപ്പോൾ എല്ലാവരും കൂടി ഓരോ സൈഡിൽ ഒത്തുകൂടും. ഇപ്പോൾ ഈ മുഖം മറിച്ചിരിക്കുന്നതൊക്കെ എനിക്ക് ചാനലുള്ളതും വീഡിയോ ഉള്ളതൊക്കെ ഇപ്പോഴാണ് കേട്ടോ അവരൊക്കെ അറിയുന്നത്. അതായത് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പറഞ്ഞിട്ടില്ലായിരുന്നു, എനിക്ക് ചാനലുള്ള കാര്യവും പറഞ്ഞിട്ടില്ല. ഇതിന് മുന്നേ ഞാനെന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നെന്തോ തറവാട്ടിൽ പരിപാടിയിലുള്ള വീഡിയോ ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ ആർക്കും ഓർമ്മ ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലിലുള്ള വീഡിയോ കാണുന്ന തിരക്കിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വല്യമ്മയുടെ ആണ്ട് പരിപാടി ആയപ്പോൾ എല്ലാവരും കൂടി ഒത്തുകൂടിയപ്പോൾ ഞാനിന്ന് പറഞ്ഞതായിരുന്നു എനിക്ക് വീഡിയോ എടുക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എല്ലാവരും നിന്നിരുന്നെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞല്ലേ തീരൂ. അപ്പോൾ അതുകൊണ്ട് മാത്രം പറഞ്ഞത്, അല്ലാതെ എൻ്റെ കുടുംബക്കാർക്കായിരിക്കും എനിക്ക് ചാനലുള്ളത് അറിയില്ല കേട്ടോ. അപ്പോൾ ഏതായാലും പായസവും കാര്യങ്ങളൊക്കെ വന്ന പാടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു ഗ്ലാസ് ഞാനും എടുത്ത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ അവിടെ കണ്ട മക്കൾക്ക് എല്ലാവർക്കും പായസം കൊണ്ടുപോയി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ പാത്രത്തിലാക്കിയിട്ട് പായസറ്റും കൊണ്ടുപോയി കൊടുക്കാം. അതിൻ്റെ മുന്നേ ഞാനും മോളൊക്കെ അവിടെ ഇരുന്നിട്ട് പായസം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ചാനലുള്ളത് അറിഞ്ഞപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല സപ്പോർട്ടായിട്ട് ഞാൻ പ്രതീക്ഷിച്ചത് ഇങ്ങനെ അല്ലായിരുന്നു. പക്ഷേ എനിക്ക് എല്ലാവരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ. എന്ത് സംഭവം എടുക്കുമ്പോഴും ഇതാക്കുമ്പോഴും വീഡിയോ എടുത്തു എന്ന് പറഞ്ഞിട്ട് എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു. അപ്പോൾ ഞാൻ ഈ പായസം എല്ലാവർക്കും കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി പോയിരുന്നു. പക്ഷേ ഇപ്പോൾ തന്നെ ഈ പായസം ഇവിടെ തട്ടി പോകേണ്ടതായിരുന്നു കേട്ടോ. അതായത് ചെറിയ അപ്പയുടെ മോനെ ഇങ്ങോട്ട് വണ്ടി വന്നത് ഞാനും കണ്ടില്ല, അവനെ ഞാൻ വരുന്നത് എന്നെയും കണ്ടില്ല കേട്ടോ. അപ്പോൾ അത് എന്തോ ഭാഗ്യത്തിന് സംഭവം പോയില്ല. അപ്പോൾ എല്ലാവർക്കും പായസം കൊണ്ടുപോയി കൊടുക്കുകയാണ്. അപ്പോൾ ഈ ആദ്യമായിട്ട് ക്യാമറയുടെ മുന്നിൽ നിൽക്കുന്നതിൻ്റെ മടിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇവരിപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ നല്ല ചെറുപയർ പരിപ്പ് പായസമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ മോഹൻക്ക് കൊണ്ടുപോയി കൊടുത്തത്, അതായത് ചെറിയ ആപ്പയുടെ മോനാണ് കേട്ടത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കൊണ്ടുപോയി കൊടുത്തത് അവന് അപ്പോൾ തന്നെ അവിടെ തട്ടിയിട്ട്, ആൾ ചെറിയ ഒരാളാണ് കേട്ടോ. അപ്പോൾ അത് അപ്പോൾ തന്നെ തട്ടി. അപ്പോൾ കയ്യിൽ ചൂടായപ്പോൾ പിന്നെ എനിക്കിപ്പോൾ തന്നെ വേണ്ട, ഇത് ചൂടാണെന്നും പറഞ്ഞിട്ട് അവൻ അവിടെ തന്നെ വെച്ചിട്ടാ. ഞാൻ അതിൻ്റെ ശേഷം ചൂടാറ്റി കൊണ്ടതിന് ശേഷം അവനക്ക് കൊണ്ടുപോയി കൊടുത്തിരുന്നു കേട്ടോ. പിന്നെ ളുഹർ ബാങ്ക് കൊടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷമായിരുന്നു മൗലൂദും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് ഒരുപാട് നേരം വൈകിയിരുന്നു കേട്ടോ ഉസ്താദും ഒക്കെ വരണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പിന്നെ മക്കളെല്ലാവരും അവിടെ കളിക്കാനും ഇതാക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ കളിയും കാര്യങ്ങളൊക്കെ വിട്ട് ഫോണിൽ എല്ലാവരും കൂടി ഇരുന്ന് കളിയും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടാണ്. അതായത് ഗെയിം കളിക്കും വീഡിയോസൊക്കെ കാണലും. പിന്നെ ഇപ്പോൾ എനിക്ക് ചാനലുള്ളത് പറഞ്ഞപ്പോൾ ഓരോരുത്തർ ഇപ്പോൾ എൻ്റെ ചാനലിലെ വീഡിയോസ് കണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് എൻ്റെ അടുത്തിരുന്ന് കേൾക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞൊരു മടി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഏതായാലും നമുക്ക് വ്യൂസ് കൂടില്ലെന്ന് വിചാരിച്ചിട്ട് കണ്ടോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ചെറിയ മക്കൾ വരെ അതിരുന്ന് കാണണം. പിന്നെ മൗലൂദ് കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ ഉസ്താദും കാര്യങ്ങളൊക്കെ വന്ന് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടി ഫുഡ് വിളമ്പുന്നത് കണ്ടപ്പോൾ ഇന്നെ വിളിച്ചിട്ടാ, ഞാൻ ഫുഡ് വിളമ്പാണ്, വേണമെന്നുണ്ടെങ്കിൽ വന്ന് വീഡിയോ എടുത്തെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വീഡിയോ എടുക്കുന്നത് അറിഞ്ഞുകൊണ്ട് ഇപ്പം എന്നെ വിളിച്ചിരുത്തിയതാട്ടെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഏതായാലും അത് എടുക്കാമെന്ന് വിചാരിച്ച്. നല്ല ചിക്കൻ ബിരിയാണി കേട്ടോ. ഇതിവിടെ വീട്ടിൽ വെച്ചതല്ല കേട്ടോ, നമ്മൾ കൊണ്ടുവന്നതാണ്. രാവിലത്തെ പരിപാടിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ വെച്ച് ഉണ്ടാക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അത് വിചാരിച്ചിട്ട് നമ്മൾ കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ഇത് ഉള്ളിയും പിന്നെ അച്ചാറൊക്കെ ഉണ്ടായിരുന്നു. അച്ചാർ നല്ല ടേസ്റ്റാണ്, മിക്സഡ് അച്ചാറായിരുന്നു കേട്ടോ. അതായത് ഈത്തപ്പഴവും നാരങ്ങയും മാങ്ങയും ക്യാരറ്റും എല്ലാം കൂടിയിട്ടുള്ള ഒരു അച്ചാറായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ സത്യം പറഞ്ഞാൽ. അല്ലെങ്കിലും ഈ മധുരവും പുളിയും എരിവൊക്കെ കൂടി അച്ചാർ നല്ല ടേസ്റ്റാണല്ലോ. ഇപ്പോൾ കൂടുതലും ഇങ്ങനെയൊക്കെ കാറ്ററിംഗ്കാർ ഇങ്ങനത്തെ ഒരു അച്ചാറാണല്ലോ കൊടുക്കുന്നത്.
അപ്പോൾ ഏതായാലും മൗലൂദും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉസ്താദ്മാർക്കും കുറച്ച് ആണുങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമ്മളെ കുടുംബത്തിലുള്ളവരും അയൽവാസികളും ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആളുകളെ പരിപാടിയൊന്നും അല്ലായിരുന്നു. നമ്മൾ 3-4 വീടുകാരുടെ പരിപാടിയും പിന്നെ അടുത്തുള്ള 2-3 അയൽവാസികളും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉസ്താദ്മാരും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉസ്താദ്മാർക്ക് അവിടെ ചോറ് കൊടുക്കുമ്പോൾ മക്കൾക്ക് അവിടെ അടുക്കളയിൽ വെച്ച് ചോറ് കൊടുത്തിരുന്നു. അവരെ ചോറയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങളിവിടെ അവിടെ ഡൈനിങ് ഹാളിൽ ഇരുന്നിട്ട് എല്ലാവരും കൂടി കഴിച്ചു കേട്ടോ. ഇതിന് വേണ്ടിയിട്ടായിരുന്നു ഞങ്ങൾ കാത്തിരുന്നത്. അതായത് എല്ലാവരും കൂടി ഡൈനിങ് ഹാളിൽ ഇരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഈ ഒരു ടേബിളിൽ ഞങ്ങൾ മക്കളെല്ലാവരും കൂടി കുട്ടികളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നുണ്ട്. പിന്നെ അപ്പുറത്ത് ഉമ്മയും ആമയും പിന്നെ അമ്മായികളും പിന്നെ എല്ലാവരും കൂടി അവരപ്പുറത്തോ ടേബിളിലിരുന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റുള്ള ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. അതായത് നല്ല മസാലയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ എനിക്ക് മസാലയും കാര്യങ്ങളുള്ളത് അത്ര ഇഷ്ടമല്ല. പിന്നെ എല്ലാം കൂടി ലാസ്റ്റ് ആകുമ്പോൾ മിക്സ് ആകുമ്പോൾ അങ്ങനെ തന്നെയാണല്ലോ, എല്ലാം കൂടി മിക്സായിട്ട് അച്ചാറും കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. പിന്നെ ഇതെൻ്റെ ചെറിയ ആപ്പയുടെ മോളാണ് കേട്ടോ. അവരെ വീട്ടിൽ വെച്ചിട്ടാണ് പരിപാടിയും കാര്യങ്ങളും ഉണ്ടായിരുന്നത്. അപ്പോൾ അവരെ ഫോട്ടോസൊക്കെ ഇതുപോലെ പ്രിൻ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഒട്ടിച്ച്, ഇതൊക്കെ മോളെ ചെറുപ്പത്തിലുള്ള ഫോട്ടോസുണ്ട്. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ടപ്പോൾ എല്ലാവരും കൂടി അത് നോക്കിയിരിക്കുകയാണ് കേട്ടോ. പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ചോറും ഇന്നലൊക്കെ കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഒരു മയക്കട്ട. ഞാൻ സത്യം പറഞ്ഞാൽ അവിടെ പോയി ഒന്ന് കിടന്നിട്ടാ. പിന്നെ കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് ഞാൻ എണീറ്റത്. പിന്നെ മറ്റുള്ളവരൊക്കെ ഫോട്ടോ എടുക്കലും ഓരോരോ തിരക്കിൽ എല്ലാവരും കൂടി എപ്പോഴും ഒത്തുകൂടില്ലല്ലോ, ഇടയ്ക്കാണ് ഇതുപോലെ എല്ലാവരും കൂടി ഒത്തുകൂടല്. അപ്പോൾ അത് വിചാരിച്ചിട്ട് എല്ലാവരും ഓരോ പരിപാടിയിൽ പിന്നെ ഓരോരുത്തർ പോകാനുള്ള മാറ്റലും ഒരിക്കലൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവളാള് എന്താ പറയുക, ഹനാൻഷയുടെ 1ാമത്തെ ആളാണ് കേട്ടോ അവള്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്, ഹനാൻഷ കാണും എന്നൊക്കെ പറഞ്ഞിട്ട് അവളങ്ങനെ വീഡിയോയിൽ ഇരുത്തിയിരിക്കണ്ട. എൻ്റെ ഉമ്മ ഇവരെ കൂടെ പോകുന്നുണ്ട് കേട്ടോ. അതായത് ഉമ്മാൻ്റെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ തിരൂർക്ക് ഇവരെല്ലാവരും കൂടി ബസ് കയറിയിട്ട് പോവാണ്ട. ഇതെൻ്റെ വലിയമ്മയാണ് കേട്ടോ, അതായത് ചെറിയമ്മ കേട്ടോ. ഉമ്മയുടെ ഉപ്പയുടെ ഉമ്മയാണ് കേട്ടോ. അപ്പോൾ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം സാധനങ്ങളെല്ലാവരും കൂടി ബാക്കിയുള്ളത് എല്ലാവരും കൂടി എടുത്ത് കൊണ്ടുപോകും കേട്ടോ. അതായത് എല്ലാവരും ഫുഡും കാര്യമൊന്നും വെച്ചിട്ടല്ല വീട്ടിൽ നിന്ന് പോകുന്നുണ്ടത്. അപ്പോൾ ബാക്കിയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ എല്ലാവരും പാഴ്സലാക്കി കൊണ്ടുപോകാണ് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞ് കളിയൊക്കെയാണ്. ഇനി നാളത്തെ ചാനലിൽ എൻ്റെ ബാഗ് ഔട്ടാ താരം, ബാഗിലെല്ലാം കൂടി കുത്തി നിറച്ച് കൊണ്ടുപോകുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെയാണല്ലോ. നമ്മളെ വീട്ടിൽ നിന്ന് പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ പിന്നെ അമ്മയുടെ മൂത്ത മോള് വന്നിട്ടില്ലായിരുന്നു കേട്ടോ പരിപാടിക്ക്. അവൾ സ്കൂൾ SLC ആണ്. അപ്പോൾ അവൾക്ക് പിന്നെ ട്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അവൾ വന്നിട്ടില്ല. അപ്പോൾ ഏതായാലും അവരെല്ലാവരും കൂടി വണ്ടി വന്നപ്പോൾ അതിൽ കയറിയിട്ട് എല്ലാവരും കൂടി പോകുന്നുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ മാത്രമുള്ളായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിലുള്ള പിന്നെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ കസാരയും കാര്യങ്ങളൊക്കെ അടുത്തുള്ള വീട്ടിൽ നിന്ന് കൊണ്ടതായിരുന്നു കേട്ടോ. അപ്പോൾ അവിടേക്ക് എല്ലാവരും കൂടി അത് കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു കേട്ടോ. മക്കളെല്ലാവരും അങ്ങനത്തെ ഓരോ പണിയിൽ ഏർപ്പെട്ടിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ അടുത്തുള്ളൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി വീടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കല്യാണം കാര്യങ്ങളൊക്കെ ഉള്ളവരൊക്കെ ഇവിടെ വന്നിട്ടാണ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ ആ വീടൊന്ന് കാണാൻ പോകാമെന്ന് വിചാരിച്ചു. ഇവരെല്ലാവരും കണ്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നു. ഞാൻ അങ്ങനെ പുറത്തുനിന്ന് കണ്ടിട്ടുള്ളായിരുന്നു. അപ്പോൾ ഇപ്പോൾ എനിക്ക് ആ ഭാഗ്യം ഉണ്ടായില്ല കേട്ടോ, പുറത്തുനിന്ന് കാണാൻ പറ്റിയ ഭാഗ്യം ഉണ്ടായിട്ടുള്ളായിരുന്നു. അതായത് അവിടെ ആരും ഇല്ലായിരുന്നു കേട്ടോ തുറന്ന് തരാൻ. അവരവിടെ ഇല്ലയെന്ന് തോന്നുന്നുണ്ട്. ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിട്ട് പോകുന്നു. സംഭവം നല്ല അടിപൊളി വീട് കേട്ടോ. നമുക്ക് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ നല്ല ബാക്ക്ഗ്രൗണ്ടുള്ളൊരു വീട്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അവിടുന്ന് പോകുന്നത്. പിന്നെ ഞാൻ വീഡിയോസോ കാര്യങ്ങളൊന്നും കാര്യമായിട്ട് എടുത്തിട്ടില്ല. പിന്നെ നേരെ ഞങ്ങൾ വീട്ടിലോട്ട് പിടിച്ചിട്ടോ. പിന്നെ ഏതായാലും ഉമ്മ വീട്ടിലില്ലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ട്, അതായത് ഇനി വീട്ടിൽ ഒറ്റക്കാണ്. അതായത് ഉമ്മ നാളെ തന്നെ വരും കേട്ടോ. എന്നാലും നമ്മൾ വീട്ടിൽ നിൽക്കുമ്പോൾ ഒരു ഒറ്റക്കൊരു ഇത് അതൊരു വേറൊരു ഫീലിംഗ് അല്ലേ. പിന്നെ ഇന്ന് സത്യം പറഞ്ഞാൽ ഒരു മൂടി കെട്ടിയൊരു ദിവസമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാൻ വിചാരിച്ചു. ഇപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നില്ല, ഒന്ന് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ.